വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഫസ്റ്റ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏർലി 5th സെഞ്ച്വറീൻ്റെ ആരംഭത്തിൽ ബ്രിട്ടനിൻ്റെ സൗത്തിലും ഈസ്റ്റിലും സെറ്റിൽഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ ഈസ്റ്റിലും സൗത്തിലും ആക്രമിച്ചിട്ടുള്ള ജർമ്മനിക് ട്രൈബ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേമാണ് ആംഗ്ലോ സാക്സൺ എന്നുള്ളത്. ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റിൻ്റെയും മൈഗ്രേഷൻ്റെയും അക്കൗണ്ട് എഴുതിയിട്ടുള്ള റൈറ്റേഴ്സാണ് ഗിൽഡാസ്, അതുപോലെ തന്നെ ബെഡ് എന്നുള്ള ഓതേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു ആംഗ്ലോ സാക്സൺ എന്നുള്ളത് 3 തരത്തിലുള്ള ട്രൈബ്സാണ്. ആ ഒരു 3 തരം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജൂഡ്സ്, ഇങ്ങനെയുള്ള 3 കൈൻഡ് ട്രൈബ്സാണ് ഈ ആംഗ്ലോ സാക്സൺസ് എന്നുള്ളത്. സാക്സൺസ് സെറ്റിൽ ചെയ്തിട്ടുള്ള ഏരിയാസ് എന്നുള്ളത് എസെക്സ്, സുസെക്സ്, മിഡിൽ സെക്സ് ആൻഡ് ഓൾസോ വെസെക്സ്. ആംഗിൾസ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് ആംഗ്ലിയയിലാണ്. അതുപോലെ തന്നെ ജൂഡ്സ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് കെൻഡ് എന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ഇനി പറയുന്നുള്ളത് ആൽഫ്രഡ് എന്ന ഫേമസ് ആയിട്ടുള്ള കിങ്ങിനെ പറ്റിയിട്ടാണ്. ഇദ്ദേഹം എന്നുള്ളത് വെസെക്സിലെ കിങ്ങാണ്. സൗത്ത് വെസ്റ്റേൺ ഇംഗ്ലണ്ടിലെ സാക്സൺ കിങ്ഡത്തിലെ ഒരു കിങ് കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഡെയിൻസിന് എതിരായിട്ടുള്ള ബാറ്റിൽ ഓഫ് എഡിങ്ടണിൽ ഒരു നിർണായകരമായിട്ടുള്ള വിജയം ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇദ്ദേഹം ഡെയിൻസിലേക്ക് ഫാൾ ചെയ്യുന്നുള്ള ഇംഗ്ലണ്ടിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട് ഡെയിൻസിനെ ഫാൾ ചെയ്യുന്നുള്ള ഇംഗ്ലണ്ടിനെ. അതുപോലെ തന്നെ ലേണിങ്ങും ലിറ്ററസിയാണ് ഈ ഒരു കിങ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. ഈ ഒരു ആൽഫ്രഡ് എന്ന കിങ്ങിനെ ഗ്രേറ്റ് ആക്കുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലേണിങ്ങിലുള്ള ഇൻട്രസ്റ്റ് കാരണമായിട്ടാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ റിട്ടൺ ലാംഗ്വേജ് ആയിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഓൾവേസ് ബിലീവ് ചെയ്യുന്നുള്ളത് ലേണിങ്ങിലൂടെ മാത്രമാണ് ഒരു മെന്നിന് ജ്ഞാനം ലഭിക്കുന്നുള്ളത്, നേടാൻ വേണ്ടി പറ്റുന്നുള്ളത്. അതുപോലെ തന്നെ ഗോഡിന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റുന്നതും ലേണിങ്ങിലൂടെ മാത്രമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ആൽഫ്രഡ് സ്വന്തമായിട്ട് തന്നെ എന്ത് പഠിക്കുന്നുണ്ട്? ലാറ്റിൻ എന്ന ഭാഷ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ ബുക്സിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. സെൻറ്റ് ഗ്രിഗറി ഫസ്റ്റ് എന്നുള്ളത് ഗ്രേറ്റ് 6th സെഞ്ച്വറി പോപ്പാണ്. അദ്ദേഹത്തിൻ്റെ പാസ്റ്ററൽ കെയർ എന്ന വർക്ക് ആൽഫ്രഡ് എന്ന കിങ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. വെൽസ് സ്കോളർ ആയിട്ടുള്ള അസർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആൽഫ്രഡ് എന്ന കിങ്ങിൻ്റെ ബയോഗ്രഫി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഒരു ബയോഗ്രഫിയിൽ ഈ ഒരു വെൽസ് സ്കോളർ അസർ പറയുന്നുള്ളത് ആൽഫ്രഡ് എന്നുള്ളത് ആസ് എ മാൻ ഓഫ് അട്രാക്റ്റീവ് ക്യാരക്ടറാണ്. അതുപോലെ തന്നെ അഫെക്ഷൻ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി കഴിവുണ്ട്. അതുപോലെ തന്നെ രാജകീയമായ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം തീവ്ര ബോധമുള്ള ഒരു രാജാവാണെന്നാണ് ഈ ഒരു വെൽസ് സ്കോളറായിട്ടുള്ള അസർ ഈ ഒരു ബയോഗ്രാഫിയിൽ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആൽഫ്രഡിൻ്റെ വർക്കായ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന വർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത്, ആ ഒരു വർക്ക് എന്നുള്ളത് ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ടിനെ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഈ ഒരു ആൽഫ്രഡിൻ്റെ വർക്കായിട്ടുള്ള ആംഗ്ലോ സാക്സൺ ക്രോണിക്കലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആംഗ്ലോ സാക്സൺ സൊസൈറ്റി എന്നുള്ളത് ഹൈറാർക്കിലാണ്. അതിൻ്റെ ടോപ്പിലുള്ളത് കിങ്ങും അതുപോലെ തന്നെ റോയൽ ഫാമിലിയിലുള്ള മെമ്പേഴ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു കിങ്ങിനെയും റോയൽ ഫാമിലിയിലത്തെ മെമ്പേഴ്സിനെയും ഫോളോ ചെയ്യുന്നുള്ളത് നൊബിലിറ്റി, ബിഷപ്സ്, അതുപോലെ തന്നെ മറ്റുള്ള ചേർച്ച് മെന്നാണ്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് ഈ ഒരു ഹൈറാർക്കിയിൽ ഫ്രീ മെന്നാണ്. ലാസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത് അൺഫ്രീ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഇല്ലെങ്കിൽ സ്ലേവ്സ് ആണ് ഈ ഒരു ഹൈറാർക്കിയിലെ ലാസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ളത്. ആംഗ്ലോ സാക്സൺ ഓർഗനൈസേഷൻ എന്നുള്ളത് 2 സോഴ്സസ് ആണ്. ഒന്നെന്നുള്ളത് എഥൽബർട്ട്സ് ലോ കോഡ്, രണ്ടാമത്തത് ഡോംസ്ഡേ ബുക്ക്. എഥൽബർട്ട് എന്നുള്ളത് കെൻറ്റിൻ്റെ കിങ് ആണ്. ഈ ഒരു ലോ കോഡ് റിവീൽ ചെയ്യുന്നുണ്ട് വുമണ് ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയിലുള്ള റൈറ്റ്സും പ്രിവിലേജസ് ആണ് ഈ ഒരു ലോ കോഡിലൂടെ റിവീൽ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺസിന് ഈ ഒരു ടൗൺ ലൈഫ് എന്നുള്ളത് ഇൻട്രസ്റ്റഡ് അല്ല. അവർക്ക് ഇഷ്ടം വാലസിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആംഗ്ലോ സാക്സൺ സ്പെൻഡ് ചെയ്യുന്നുള്ളത് ഹണ്ടിങ്, വേട്ടയാടുന്നതിലും അതുപോലെ തന്നെ പ്ലഫിങ്, ഉഴുതുമറിയുന്നതിലൊക്കെയാണ് അവരവരുടെ ദിവസങ്ങൾ ചിലവഴിക്കുന്നുള്ളത്. ഈ ഒരു ആംഗ്ലോ സാക്സൺസ് എന്നുള്ളത് അവർ എക്സ്പേർട്ടായിട്ടുള്ള ഫാമേഴ്സാണ്. ആംഗ്ലോ സാക്സൺ സൊസൈറ്റിയിൽ ഒരു ഓർഡിനറി ഫ്രീമെനിന് ഓൺഡ് ആയിട്ടുള്ള ഏരിയ ലാൻഡ് എന്നുള്ളത്
60 മുതൽ 100 വരെയുള്ള ഏക്കേഴ്സാണ്. ഈ ഒരു ലാൻഡിനെ വിളിക്കപ്പെടുന്നുള്ളത് ഹൈഡ് എന്നാണ്. 100 ഹൈഡ്സ് ഫോം ചെയ്യുന്നതിനെ അറിയപ്പെടുന്നുള്ളത് 100 എന്നാണ്. ഇനി ഷെയർ എന്നുള്ളത് 100ന് മുകളിലായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനാണ്. ഈ ഒരു ഷെയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്ന കിങ്ങിൻ്റെ സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വിറ്റ എന്നുള്ളത് ആംഗ്ലോ സാക്സൺ കിങ്സിൻ്റെ കൗൺസിലാണ്. കിങ് എന്നുള്ളത് ഒരു സോർട്ട് ഓഫ് പാർലമെൻറ്റിലൂടെ റൂൾ ചെയ്യുന്നതിനെയാണ് വിറ്റാൻ എന്ന് പറയുന്നുള്ളത്. ഇനി ആംഗ്ലോ സാക്സൺസ് ഒക്കെ ക്രിസ്ത്യാനിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള കൺവേർഷൻ എന്നുള്ളത് ഇറ്റ് വാസ് എ മേജർ ടേണിംഗ് പോയിന്റ് ഇൻ ദർ ലൈഫ്. അവരുടെ ലൈഫിലെ ഒരു മേജർ ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺസ് എന്നുള്ളത് കൺവേർട്ട് ചെയ്യുന്നുള്ളത് പാഗൺ എന്ന ബിലീഫിൽ നിന്നും, പാഗൺ എന്ന വിശ്വാസത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളത്. ബിലീഡല്ല, ബിലീഫാണ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം പാഗൺ എന്ന വിശ്വാസത്തിൽ നിന്നാണ് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഈ ഒരു ആംഗ്ലോ സാക്സൺസ് കൺവേർട്ട് ചെയ്യുന്നുള്ളത്. ആംഗ്ലോ സാക്സൺസ് സംസാരിക്കുന്ന ലാംഗ്വേജിനെ ഇന്നറിയപ്പെടുന്നുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് എന്നാണ്. അതുപോലെ തന്നെ ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഹയസ്റ്റ് അച്ചീവ്മെൻ്റാണ് ബിയോൾഫ് എന്ന വർക്ക് എന്നുള്ളത്. ഇനി പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൈറ്റർ, ഈ ഒരു ടൈമിലുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൈറ്റർ എന്നുള്ളത് വെനറബിൾ ബെഡ് എന്ന റൈറ്ററാണ്. ഈ ഒരു സമയത്തുണ്ടായിട്ടുള്ള പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൈറ്റർ എന്നുള്ളത്. അദ്ദേഹം ഒരു എക്സലൻറ്റ് ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ഒരു എക്സലൻറ്റ് ബുക്കിൻ്റെ ടൈറ്റിൽ എന്നുള്ളത് എക്ലാസിസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ. ഈ ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ എക്സലൻറ്റ് ബുക്ക് എന്നുള്ളത്, വെനറബിൾ ബെഡിൻ്റെ. ഇനി ആംഗ്ലോ സാക്സൺ പീരീഡിലുണ്ടായിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി അച്ചീവ്മെൻറ്റ് എന്നുള്ളത് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന വർക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്ന ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും